ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങൾ അങ്കമാലിയിൽ അടിച്ച് പൊളിച്ചുടോ. ഞാനും സിമിയും മുത്തും പൊന്നൂസും ഒക്കെ കൂടി അടിപൊളിയായിരുന്നേ. അവിടെ താരകൻ 2025 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. തടാകത്തിൻ്റെ ചുറ്റും നക്ഷത്രങ്ങളാൽ എന്താ പറയുക, അത്ര ഭംഗി. നമ്മൾ ഒരു നക്ഷത്രം കണ്ടാൽ തന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് നോക്കിയേക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 1000 നക്ഷത്രമാലകൾ ഇങ്ങനെ തടാകത്തിൻ്റെ ചുറ്റും തൂക്കിയിട്ടിരുന്ന എന്ത് ഭംഗിയായിരിക്കും അത്. എൻ്റെ ക്യാമറയിലൊന്നും അതിൻ്റെ ഭംഗിയുടെ ഒരു പരിസരത്ത് പോലും ഒത്തില്ല. അത്ര ഒന്നും എനിക്കതിന് പകർത്തിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണിനുണ്ടല്ലോ അത്ര ബ്യൂട്ടി നൽകേണ്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ നടന്ന് അതൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തട്ടുകടകളും നല്ല രുചികരമായ മുട്ട ബജി, പിന്നെ പാൽക്കപ്പ, മീൻ, അങ്ങനെ നല്ല രസകരമായ വിഭവങ്ങളൊക്കെ കൂടി നല്ല വർണ്ണശഫലമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഗോലി സോഡ പൊട്ടിക്കാനുള്ള ടാസ്ക് തന്ന് ഞാൻ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാനുള്ള ധൈര്യമില്ലാത്തൊരു കുട്ടി ഇതിൽ കൂടി നടക്കുന്നുണ്ടെങ്കിലും ഞാൻ നല്ല ഭംഗിയായിട്ട് പകർത്തി എടുത്തിട്ടുണ്ട്. താരകാഴ്ചകളുടെ നാണിച്ചിരിക്കുന്ന അമ്പൽപ്പൂവാണത്. കുഞ്ഞിപ്പെണ്ണുവിനെ തള്ളാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും പാഴാക്കില്ല. ഇതിന് പിന്നെ തിരക്കായി വന്നു കേട്ടോ. ഒരുപാട് പേര് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. പൊന്നൂസിൻ്റെ മുത്തേച്ചി ഇവിടെ ഇങ്ങനെ തകർത്താടുന്നുണ്ട്. കറക്റ്റ് ആ സാന്താക്ലോസിനെ കത്തിച്ച സമയത്ത് ഞാൻ FB ലൈവ് പോയതുകൊണ്ടും എനിക്ക് ഭംഗിയായിട്ട് അതിന് കൃത്യമായിട്ട് കിട്ടിയില്ല. ഇതിന് ശേഷം ഞങ്ങൾ മലയാറ്റൂർക്ക് വിട്ടെങ്കിലും അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു പള്ളിയുടെ അവിടെയൊക്കെ ഇറങ്ങിയെന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോന്നു. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറച്ച ഹാപ്പി ന്യൂ ഇയർ.